വിളിക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കരുത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മുടെ ആധ്യാത്മികതയ്ക്ക് രണ്ട് വശമുണ്ട്. ഒന്ന് പൂച്ചയുടെ ആധ്യാത്മികത, അതാണ് ക്യാറ്റ് സ്പിരിച്വാലിറ്റി. രണ്ടാമത്തതാണ് കുരങ്ങിൻ്റെ ആധ്യാത്മികത, അതാണ് മങ്കി സ്പിരിച്വാലിറ്റി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ പൂച്ചയുടെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ? പൂച്ച ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇല്ലം മാറുക എന്ന് പറയും. ഇവിടേക്ക് എങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൂച്ച കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ, പ്രത്യേകിച്ച് ഇവന്മാരെ പോലുള്ള ശല്യക്കാരുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് സ്ഥലം വിടും. അപ്പോൾ ആ പൂച്ചയുടെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കടിച്ചു പിടിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കും ഒരു മതിലിൽ നിന്ന് മറ്റൊരു മതിലിലേക്കും അത് ഓടുകയോ ചാടുകയോ ചെയ്യും. തെറിച്ചു പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം തള്ളപ്പൂച്ചയ്ക്കാണ്, ഒരിക്കലും കുഞ്ഞിപ്പൂച്ചയ്ക്കല്ല. ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തള്ളപ്പൂച്ച കടിച്ചു പിടിച്ച് ഓടുന്നത് കൊണ്ടും ചാടുന്നത് കൊണ്ടും ഈ കുട്ടിപ്പൂച്ചയ്ക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. ചുമ്മാ ഇരുന്ന് കൊടുത്തേച്ചാൽ മാത്രം മതി. അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതേതായിരുന്നു എന്നറിയാവോ? പഴയ കാലഘട്ടം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാം കിട്ടുന്നു, കണ്ണടയ്ക്കുമ്പോഴേ ദർശനം കിട്ടുന്നു, വാ തുറക്കുമ്പോഴേ പ്രവചനങ്ങളും ഭാഷാവരങ്ങളും കിട്ടുന്നു. പ്രാർത്ഥിച്ചാൽ എന്തും നേടിയെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞു പോയി എന്നാ എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ ഫാനെ കെട്ടി തൂങ്ങി കറങ്ങി പ്രാർത്ഥിച്ചിട്ടും ചിലർക്ക് ഫലം കിട്ടുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? ഈശോ പറഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ആൽഫ എന്ന് പറയുന്നത് അടിത്തട്ടാണ്, ഒമേഗ എന്ന് പറയുന്നത് മേൽത്തട്ടാണ്. അപ്പൊ ഈശോ പറഞ്ഞത് ഞാൻ ആദിയും അന്തവുമാണെന്ന് പറയുമ്പോൾ ഞാൻ ആദിയിലായിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തിയല്ല, ഇനി അവസാന കാലങ്ങളിൽ വരുമ്പോൾ ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം തിരുവചനം. ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ ഞാൻ അവനെ കണ്ടെത്തി, ഞാൻ അവനെ വാരിപ്പുണർന്നു, ഞാൻ അവനെ കണ്ണിലുണ്ണിയെ പോലെ പരിചരിച്ചു, ഞാൻ അവനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു, കൂട് ചലിപ്പിക്കുകയും വിരിച്ച ചിറകുകളിൽ നിന്നെ വഹിക്കുകയും ചെയ്ത ദൈവമായ കർത്താവ് ഞാനായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ശൂന്യത ഓടിയിടുന്ന മണലാരണ്യം, അവിടെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. പ്രതീക്ഷ അസ്തമിച്ചു പോയൊരു സ്ഥലമാണ് മണലാരണ്യം എന്ന് പറയുന്നത്. അവിടെ പോലും ചിറകു വിരിച്ച് നിന്നെ സംരക്ഷിച്ച് ഒരു പോറൽ പോലും ഏൽക്കാതെ നയിച്ചു കൊണ്ടുപോയ കർത്താവ് ഞാനാണ്. ആ കാലഘട്ടം മാറി. ആൽഫയിൽ നിന്ന് ഒമേഗയിലേക്ക് വളരേണ്ട ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ. ഇന്നും ധ്യാന കേന്ദ്രത്തിലേക്ക് വരുമ്പോഴും കൺവെൻഷന് വരുമ്പോഴും മനുഷ്യൻ മുഴുവൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയാവോ? എൻ്റെ പേര് അച്ഛൻ വിളിച്ചു പറയുമോ? ഞാൻ വിദേശത്തേക്ക് പറക്കുന്ന ഫ്ലൈറ്റ് അച്ഛൻ്റെ കണ്ണിൽ തെളിഞ്ഞു കിട്ടുമോ? എൻ്റെ ദൈവമേ, ഈശോയുടെ 2-ാം വരവിൻ്റെ സ്റ്റെപ്പിലാണ് നമ്മൾ കയറി നിൽക്കുന്നത്. ഇപ്പോഴും ചിന്തിക്കുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ. നമ്മളിപ്പോഴും പാല് കുടിച്ച് വളരുന്ന കുഞ്ഞുകുട്ടികളെ പോലെയാണ്. കരപദാർത്ഥം തിന്നുന്ന വലിയവരുടെ സ്റ്റാറ്റസിൽ എത്തിയിട്ടില്ല. ഹല്ലേലൂയ, നന്ദിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ഈ പൂച്ചയുടെ ആധ്യാത്മികതയിലേക്ക് നമുക്കൊന്ന് വരാം. അല്ല, കുരങ്ങിൻ്റെ ആധ്യാത്മികതയിലേക്ക് വരാം. മങ്കി സ്പിരിച്വാലിറ്റി. കുരങ്ങ്, അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ കാണാൻ പറ്റുമായിരിക്കും. കുരങ്ങ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് വെക്കും. എന്നിട്ട് ഈ കുരങ്ങ് കുട്ടിക്കുരങ്ങിനോട് പറയും, കടിച്ചു പിടിച്ചിരുന്നോളാൻ പറയും. എന്നിട്ട് ഈ കുരങ്ങ് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്കും
ഒരു മതിലിൽ നിന്ന് മറ്റൊരു മതിലിലേക്കും എടുത്തു ചാടുമ്പോൾ തള്ളക്കുരങ്ങിനല്ല ഉത്തരവാദിത്വം, തെറിച്ചു പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? കുട്ടിക്കുരങ്ങനാണ്. ഹല്ലേലൂയ. ആദ്യം ആർക്കായിരുന്നു ഉത്തരവാദിത്വം? തള്ളപ്പൂച്ചയ്ക്കായിരുന്നു ഉത്തരവാദിത്വം. ഇപ്പൊ രണ്ടാമത്തെ ഒമേഗയിലേക്ക് വന്നപ്പോ ആർക്കാണ് ഉത്തരവാദിത്വം? കുട്ടിക്കുരങ്ങനാണ് ഉത്തരവാദിത്വം. ഇടയ്ക്ക് ആ തള്ളക്കുരങ്ങ് തെറിച്ചു പോകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കുലുക്കി നോക്കും. തെറിച്ചു പോകാതിരിക്കണമെങ്കിൽ കടിച്ചു പിടിക്കണം. ഹല്ലേലൂയ. ശക്തിയുടെ ഹല്ലേലൂയ. ഈശോയുടെ രണ്ടാം വരവിന്റെ കാലഘട്ടത്തിൽ തെറിച്ചു പോകാതിരിക്കണമെങ്കിൽ കടിച്ചു തൂങ്ങണം, വട്ടം ചുറ്റി പിടിക്കണം, അള്ളിപ്പിടിച്ച് കിടക്കണം. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാല് കുടിച്ച് വളരുന്ന കൊച്ചുകുട്ടികളുടെ ആ സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് അല്പം കട്ടിയുള്ള ആഹാരം കഴിക്കുന്ന മക്കളായി മാറണമെന്നാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണ്? മങ്കി സ്പിരിച്വാലിറ്റിയിലാണോ? പൂച്ചയുടെ ആധ്യാത്മികതയിലാണോ? മിണ്ടൂല്ല, ഞങ്ങൾ സ്റ്റാൻഡ് വിടുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും നമ്മൾ ഒരു താഴത്തെ സ്റ്റാറ്റസിലാണ് കിടക്കുന്നത്, തറയിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഇതുവരെയും കസേരയിൽ കയറിയിരിക്കാൻ തുടങ്ങിയിട്ടില്ല. അതൊന്ന് മാറ്റിയെടുക്കണം പ്രിയപ്പെട്ടവരെ. ഇനി കർത്താവിൽ വട്ടം ചുറ്റി പിടിച്ച് കിടക്കുന്നവനും കർത്താവിനെ കടിച്ചു തൂങ്ങി കിടക്കുന്നവനും കർത്താവിനെ അള്ളിപ്പിടിച്ച് കിടക്കുന്നവനുമേ രക്ഷയുള്ളൂ. തെറിച്ചു പോകുമോ എന്നറിയാൻ വേണ്ടി കർത്താവ് ഇടയ്ക്കൊന്ന് കുലുക്കും. അതാണ് കൊറോണ. ഹല്ലേലൂയ. തെറിച്ചു പോകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ചില രോഗങ്ങൾ തരുന്നത്, പ്രയാസങ്ങൾ തരുന്നത്, കടബാധ്യത തരുന്നത്, കഷ്ടത തരുന്നത്, ദുരിതങ്ങൾ അനുവദിക്കുന്നത് എല്ലാം തെറിച്ചു പോകുമോ എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ടെസ്റ്റാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ തെറിച്ചു പോകുന്നവൻ ഇനി തെറിച്ചു പോകട്ടെ, കടിച്ചു തൂങ്ങിക്കിടക്കുന്നവനെ മാത്രം എനിക്ക് മതി എന്ന് കർത്താവ് പറയുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ എത്തിയിരിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. ആകയാൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ശക്തിയുള്ളവരായി മാറണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം കേട്ടോ. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അതിനു വേണ്ടിയാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ അണ്ണാനം എരുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനെന്താ എല്ലാം ജീവികളുടെ കാര്യം പറയുന്നതെന്നായിരിക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്. യേശു അങ്ങനെയാ പഠിപ്പിച്ചപ്പോൾ മുഴുവനും കുഞ്ഞാടിൻ്റെ കാര്യവും വൃക്ഷത്തിൻ്റെ കാര്യവും ജലത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞല്ലേ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ഈ അണ്ണാനം എരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അണ്ണാനെ കാട്ടിൽ നിന്ന് പിടിക്കുന്ന സമയത്ത് കൈകൊണ്ടെങ്ങാനും നമ്മൾ പിടിച്ചു പോയെങ്കിൽ അണ്ണാൻ നമ്മുടെ കൈയുടെ അസ്ഥി വരെയും കടിച്ചൊട്ടിക്കും. അത്ര ശക്തിയുണ്ട് അതിൻ്റെ പല്ലുകൾക്ക്. അപ്പോൾ അണ്ണാനെ മെരുക്കാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ഒരു സ്റ്റീൽ കലം എടുത്തിട്ട്, സ്റ്റീൽ കലമാകുമ്പോൾ അണ്ണാന് പിടിച്ച് കയറാൻ പറ്റില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരം പോലെയല്ല. ഒരു സ്റ്റീൽ കലം എടുത്തിട്ട്, വലിയൊരു സ്റ്റീൽ കലം എടുത്തിട്ട് അതിലേക്ക് വെള്ളമൊഴിക്കും. ഒരു പകുതി വെള്ളമൊഴിച്ചിട്ട് ഈ അണ്ണാനെ ഈ വെള്ളത്തിലേക്ക് ഇടും. വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അണ്ണാൻ ശ്വാസം മുട്ടിച്ചാകാൻ തുടങ്ങും. ആ വെള്ളത്തിൽ കിടന്നു. വെള്ളത്തിൽ അങ്ങനെ ജീവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് വെള്ളത്തിൽ താഴുകയും പൊങ്ങുകയും മൂക്കൊക്കെ അടഞ്ഞു പോകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ശ്വാസം മുട്ടി ഒരു 5-6 പ്രാവശ്യം പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ? മെല്ലെ ആ കൈ അങ്ങോട്ട് പാത്രത്തിലേക്ക് ഇറക്കി കൊടുത്താൽ അണ്ണാൻ ആ കയ്യിലേക്ക് കയറുകയും ആ രക്ഷിച്ചവനെ തിരിഞ്ഞ് കടിക്കുകയോ രക്ഷിച്ചവനെ വിട്ടോടുകയോ ചെയ്യുകയില്ല. ഹല്ലേലൂയ. ശക്തിയുടെ ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ അണ്ണാൻ്റെ പുറകെ പോയോ ആവോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രക്ഷിച്ചവനെ കടിക്കുകയോ രക്ഷിച്ചവനെ വിട്ടോടുകയോ ചെയ്യുകയില്ല. കാരണം എന്താ? വെള്ളത്തിൽ മുങ്ങിത്താകൊണ്ടിരിക്കുന്ന സമയത്താണ് കൈയിട്ട് കൊടുത്ത് രക്ഷിച്ചത്. അണ്ണാൻ അത്രമാത്രം വിവേചനവരമുണ്ട്. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 ഈശോയെ നന്ദി.
ഈശോയെ നമ്മെ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടി യത്നിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇത് പൗലോസിലെ പറഞ്ഞതാണ്, അവസാന മണിക്കൂർ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ പഴയ പോലെ ഒന്നും ജീവിച്ചാൽ പറ്റില്ല. അല്പം കൂടെ കാര്യ ഗൗരവം വേണം, അല്പം സീരിയസ്നെസ് വേണം ആത്മീയ മേഖലയിൽ, അല്ലെങ്കിൽ തകിടം മറിഞ്ഞു പോകുമെന്നാണ് പൗലോസ്ലിയ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിന് എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ട് എടുക്കേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിരന്തരം പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിച്ചു വളരുക. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആ ഒരു ഭാഗമായിട്ട് നമ്മൾ ജീവിതത്തെ മാറ്റണം. നമ്മുടെ കുടുംബങ്ങളെ ഒരു സഭയാക്കി മാറ്റണമെന്നല്ലേ പറയുന്നത്? ക്രിസ്തോസ്റ്റം പറയുന്നത് നിങ്ങളുടെ വീടുകളെ ഒരു സഭയാക്കി മാറ്റുക. അതാണ് ഗാർഹിക സഭ എന്നുള്ള ഒരു ചിന്തകളൊക്കെ പിന്നീട് വന്നത്. നിങ്ങളുടെ വീടുകളെ സഭയാക്കി മാറ്റുക. സഭയിൽ എന്താ നടക്കുന്നത്? സഭയിൽ സമ്പത്തുണ്ടാക്കുന്ന കാര്യമാണോ നടക്കുന്നത്? അല്ല, സഭയിൽ നിരന്തരം പ്രാർത്ഥനകളാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും നിരന്തര പ്രാർത്ഥനകൾ ഉയരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥിച്ചു വളരുന്ന ഒരു സഹോദരി ബൈബിളിലുണ്ട്. അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ലൂക്കായുടെ സുവിശേഷത്തിലാണ് ആ സഹോദരി എടുക്കുന്നത്. പനുവേലിൻ്റെ പുത്രിയും 2-ാം അധ്യായം 36 മുതലുള്ള തിരുവചനം. ലൂക്ക 2:36 മുതൽ. പനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ ഒരു പ്രവാചിക, അന്ന എന്ന് പറയുന്ന ഒരു പ്രവാചിക അവിടെ ഉണ്ടായിരുന്നു. അവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊപ്പം ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. ആ വല്യമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 84 വയസ്സുള്ള ഒരാൾ ഇതിനകത്തുണ്ടോ? കൈയൊന്നും പൊക്കണ്ട. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ 84 വയസ്സായ വിധവ ദേവാലയം വിട്ടുപോകാതെ. ആ വിധവയ്ക്ക് തലവേദനയില്ലേ? ആ വിധവയ്ക്ക് ഉറക്കം വരില്ലേ? ആ വിധവയ്ക്ക് തളർച്ചയില്ലേ? ഭക്ഷണം കഴിക്കണ്ടേ? ഒന്നും നോക്കാതെ ദേവാലയം വിട്ടുപോകാതെ ആ ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ അവളായിരിക്കുന്നു. ഹല്ലേലൂയ. ഇനിയുള്ള കാലഘട്ടം ഈ ഒരു സ്റ്റാറ്റസിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ട് നിർത്തണം. പ്രാർത്ഥനയും ഉപവാസവും 2 ആയുധമായിട്ടെടുത്ത് പോരാടി ജയിക്കാൻ നമ്മൾ തയ്യാറാകണം. എസെക്കിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 4 മുതലുള്ള തിരുവചനത്തിൽ കർത്താവ് പറയുന്നത് നിരന്തരം പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ. എസെക്കിയേലിൽ അവിടെ പ്രശ്നം വന്നത്, എസെക്കിയേൽ പറഞ്ഞു അവരുടെ ദേവാലയത്തിൽ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു, സൂര്യ നമസ്കാരം നടത്തി ദേവാലയത്തിൽ. ഉടനെ ദൈവമായ കർത്താവ് പ്രകോപിതനായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പ്രവാചക നീ വരാൻ പറഞ്ഞു. എന്നിട്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കാൻ പറഞ്ഞു. ദൂതന്മാരെ വിളിച്ച് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഈ നഗരത്തിൽ നടമാടുന്ന കൊടിയ തിന്മയ്ക്കെതിരെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക. കുരിശടയാളം അതിനകത്തില്ല കേട്ടോ, ഞാനത് ഉണ്ടാക്കിയതാ. ഹല്ലേലൂയ. ശക്തിയോടെ അടയാളമിടുക, നെറ്റിയിൽ അടയാളമിടുക. ദൈവം ഇടുമ്പോൾ ഇപ്പോൾ നമ്മുടെ നെറ്റിയിൽ അച്ഛന്മാരിടുമ്പോൾ കുരിശടയാളം അല്ലേ ഇടുന്നത്? പ്രൈസ് ദി ലോർഡ്. അടയാളമിടുക. എന്നിട്ട് നീ വാളെടുത്ത് നേരെ പോവുക. നെറ്റിയിൽ അടയാളമില്ലാത്ത ആരെയെങ്കിലും കണ്ടാൽ, കുഞ്ഞുങ്ങളെ, വൃദ്ധന്മാരെ, ദമ്പതികളെ, യുവജനങ്ങളെ കണ്ടാൽ നിഷ്കരുണം വെട്ടി നുറുക്കുക. എൻ്റെ ആലയത്തിൽ നിന്ന് തന്നെ നീ ആരംഭിക്കുക. ഇരുന്നുറങ്ങുന്നതിനെയൊക്കെ വെട്ടിയിട്ടേക്കാനാ കർത്താവ് പറഞ്ഞേക്കണത്. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഞാനല്ല പറഞ്ഞത്, കർത്താവാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കണ്ടോ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഒരു വാക്ക് നോക്കണേ. പ്രാർത്ഥിക്കുന്നവരെ മതി ഇനി ലോകത്തിന്. ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിന് ഇനി ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. നിരന്തരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവനെ എവിടെയെങ്കിലും ഇട്ട് കർത്താവ് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവന് പ്രശ്നങ്ങൾ വരില്ലെന്നോ, രോഗം വരില്ലെന്നോ, തകർച്ചകൾ വരില്ലെന്നോ, കഷ്ടകാലം വരില്ല എന്നോ ഒന്നും ഞാൻ ഗ്യാരണ്ടി തരുന്നില്ല. പക്ഷേ ഇതൊക്കെ വന്നാലും അവനൊരു സംരക്ഷണം കർത്താവിൽ നിന്നുണ്ടാകും. നിങ്ങളുടെ വീടുകളെ
ആരാധനാലയങ്ങളാക്കി മാറ്റുക. വീട്ടിലിരുന്ന് നിരന്തരം കൊന്ത ചൊല്ലുക, വീട്ടിലിരുന്ന് കരുണയുടെ കൊന്ത ചൊല്ലുക, വീട്ടിലിരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഫൗസ്റ്റീനായോട് ദൈവം തമ്പുരാൻ പറഞ്ഞൊരു വാക്കെന്നാന്നറിയാവോ? നീ പറഞ്ഞിരിക്കാമെങ്കിലേ പറയുള്ളത്. ഫൗസ്റ്റീനായോട് ദൈവം പറഞ്ഞ വാക്ക്, ഫൗസ്റ്റീന, ഈ 3 മണി സമയം ക്ലോക്കിൽ അടിക്കുമ്പോൾ നീ എഴുന്നേക്കണം, നീ മുട്ടുകുത്തണം എവിടെയാണെങ്കിലും. എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ പാപികളെയും എൻ്റെ അടുക്കലേക്ക് നീ കൊണ്ടുവരണം. ആ പാപികൾക്ക് വേണ്ടിയാണ് 3 മണി സമയം ഞാൻ കുരിശിൽ പിടഞ്ഞു മരിച്ചത്. ആ പിടഞ്ഞു മരണം നീ അനുസ്മരിക്കുമ്പോൾ ആ വലിയ ഒരു അനുഗ്രഹം നിന്റെ കുടുംബത്തിലേക്ക് വരും. നിനക്ക് മാത്രമല്ല, നീ എത്ര പേരെ ആ പാപികളെ എൻ്റെ സന്നിധിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നുണ്ടോ, ആ പാപികളെ എല്ലാം ഞാൻ കരുണയുടെ കടലിൽ മുക്കിയെടുക്കട്ടെ, അവരെ രക്ഷിക്കട്ടെ. ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം 3 മണി സമയമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്നവർ ഇനി ഒന്ന് ശ്രദ്ധിച്ചോ. ആ സമയത്ത് നമ്മുടെ കുടുംബത്തിലുള്ള പാപികളെ, ചുറ്റുപാടുള്ള പാപികളെ, ലോകത്തുള്ള പാപികളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹം തരും. ഈ പുതിയ നിയമത്തിലെ ഏറ്റവും നല്ലൊരു മധ്യസ്ഥ പ്രാർത്ഥന എനിക്കറിയാം. അത് പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള തിരുവചനമാണ്. കർത്താവ് ഒരു ഉപമയാണ് പറയുന്നത്. ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ ഫലങ്ങളുണ്ടോ എന്നറിയാൻ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ യജമാനൻ വന്നു. യജമാനൻ വന്നപ്പോൾ ഫലമൊന്നും കാണാതെ വന്നപ്പോൾ അതെന്തിന് നിലം പാഴാക്കണം, വെട്ടിക്കളയാൻ പറഞ്ഞു. ഉടനെ ആ കൃഷിക്കാരൻ എന്ത് ചെയ്തെന്നറിയാവോ? കർത്താവിൻ്റെ നേരെ കൈ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, യജമാനനോട് പറഞ്ഞു, യജമാനനെ, 1 കൊല്ലം കൂടെ ഞാൻ വളമിട്ട് ചുവടിളക്കി വെള്ളമൊഴിച്ച് നോക്കട്ടെ, എന്നിട്ടും ഫലം കിട്ടുന്നില്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ബൈബിളിലെ, പുതിയ നിയമത്തിലെ. ഒരു ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബത്തിന് വേണ്ടി ഇവിടെ ഇരിക്കുന്നവർ പറയണം, കർത്താവേ, 1 വർഷം ഞാൻ മുട്ടിന്മേൽ നിന്ന് ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു നോക്കട്ടെ, എന്നിട്ടും ഫലം കിട്ടുന്നില്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. മദ്യപിച്ച് തകർന്ന ഒരു കുടുംബം, കർത്താവേ, ആ മകന് വേണ്ടി, ആ തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ 1 വർഷം ഒന്ന് കൈ വിരിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, എന്നിട്ടും ഫലം കിട്ടുന്നില്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളുക. ഓ, വലിയ പ്രാർത്ഥനയാ പ്രിയപ്പെട്ടവരെ. ആ യജമാനൻ വെട്ടിയില്ലെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയാ. വെട്ടാനായിട്ട് വാക്കത്തിയായിട്ട് വന്ന, കോടാലിയായിട്ട് വന്ന യജമാനൻ വെട്ടണ്ട, ഇവന്റെ ഒരൊറ്റ പ്രാർത്ഥന കേട്ട് കർത്താവ് 1 വർഷം കൂടി അതിന് സാവകാശം കൊടുത്തു, ഒരു ചെറിയ ഇളവ് കൊടുത്തു. ഹല്ലേലൂയാ. ഞാനും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇതുതന്നെയാണ് ഭൂമിയിൽ സംഭവിക്കുന്നത്. ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും പാപത്തിൽ വീണ് കിടക്കുന്നത് ആരാണ്? നിങ്ങളുടെ ചുറ്റുപാടുകളിൽ പാപ അന്ധകാരത്തിൽ കുടുങ്ങി തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവരോടും പറ, കർത്താവേ, 1 കൊല്ലം വേണ്ട, 1 ആഴ്ച ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, 1 മാസം ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അവനെ രക്ഷിക്കണം, അവനെ വീണ്ടെടുക്കാതെ ഞാൻ ഇരിക്കുകയില്ല. വിനീതന്റെ പ്രാർത്ഥന മേഘം തുളച്ചു കയറും. ശക്തിയോടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്ക് പ്രിയപ്പെട്ടവരെ. ഇന്നും കൂടി ഈ അവസരം നമുക്ക് ഒരുമിച്ച് ചേർന്ന് കുടുംബസമേതം കർത്താവിനെ സ്തുതിക്കുവാൻ, അവിടുത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ അഭിഷേകം കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നിരന്തരം പ്രാർത്ഥിച്ചു നോക്ക്, അതിൻ്റെ ഫലം കിട്ടും. 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ 1 മിനിറ്റിൻ്റെ ഫലം കിട്ടും. 24 മണിക്കൂറും പ്രാർത്ഥിച്ചാൽ 24 മണിക്കൂറിൻ്റെ ഫലം കിട്ടും. അപ്പോൾ ചിലർ ചോദിക്കും, ഇങ്ങനെ പ്രാർത്ഥനയായിട്ട് നടന്നാൽ മതിയോ എന്ന് ചോദിക്കും. പ്രാർത്ഥനയായിട്ട് നടന്നാൽ കർത്താവ് സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, കൊറോണയുടെ കാലഘട്ടത്തിൽ നെറ്റിയെ പോരാൻ കാശുണ്ടായിരുന്നില്ല. കുര്യൻ പറഞ്ഞാണ്, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതാ. 5 പൈസ ഇല്ല. കാരണം എന്താ? പുറത്തിറങ്ങാനോ ഒരു ശുശ്രൂഷ ചെയ്യാനോ, ശുശ്രൂഷയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് എൻ്റെ വരുമാനം. എൻ്റെ വരുമാനം യേശുവാണ്. ഹല്ലേലൂയ. എൻ്റെ ഓഹരി യേശുവാണ്. ഹല്ലേലൂയ.
ഞാൻ ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ എന്ന് പറഞ്ഞു, കർത്താവേ, ലേവി പുരോഹിതർക്ക് നീ ഒരു ദശാംശം ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, അവർക്ക് വിഹിതം കൊടുത്തിട്ടില്ല, പക്ഷേ അവർക്ക് കൊടുക്കേണ്ടതുപോലെ നീ കൊടുത്തു, നീ ആയിരുന്നു അവരുടെ ഓഹരി എന്ന് പറഞ്ഞ് ശക്തമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൊറോണയുടെ കാലഘട്ടത്തിൽ സുൽത്താനെ പോലെ നടത്തി. ഹല്ലേലൂയ. വേറൊരു പ്രത്യേകതയല്ല, ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ചെറിയ ദശാംശം കർത്താവ് എനിക്ക് തന്നതാണ്. ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ദശാംശം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, കൂദാശകളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ നമ്മൾ കാണണം. കൂദാശകളിൽ അടിസ്ഥാനം വെച്ചുള്ള ഒരു ജീവിതം. ഇത് കുടുംബ നവീകരണ ധ്യാനമല്ലേ? വിവാഹം എന്ന കൂദാശയെക്കുറിച്ച് വിശുദ്ധ തെർത്തുല്യൻ പറഞ്ഞിരിക്കുന്ന ഒരു 5 കാര്യം ഞാൻ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വിവാഹം എന്ന കൂദാശ എത്ര മഹനീയമാണെന്ന്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഇത് സഭയാൽ സംയോജിക്കപ്പെടുന്നതാണ്. എഴുതിയെടുക്കേണ്ടവരൊക്കെ ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. ഹല്ലേലൂയ. വിവാഹം എന്ന കൂദാശ ഇത് സഭയാൽ സംയോജിപ്പിക്കപ്പെടുന്നതാണ്. എന്താ സഭയാൽ സംയോജിപ്പിക്കപ്പെടും എന്ന് പറയുന്നത്? പ്രത്യേകം ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ. അതായത് മണവാളനായ യേശുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള നിത്യബന്ധത്തിൻ്റെ പ്രതീകമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിവാഹമെന്ന കൂദാശ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും ഊഷ്മളമായ ഒരംശമാണ് വിവാഹമെന്ന കൂദാശ. അതിൻ്റെ ഒരു പ്രതീകമാണ്. ഹല്ലേലൂയ. കാരണം പഴയ സഭകളൊക്കെ രൂപാന്തരപ്പെട്ടത് സഭയിലല്ല, പിന്നെയോ വീടുകളിലാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, പ്രിസ്കില്ലായുടെ കുടുംബത്തിന് എങ്ങനെയുണ്ട്, അക്വിലായുടെ കുടുംബത്തിന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നില്ലേ? സഭ വളർന്നത് കുടുംബങ്ങളിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഗാർഹിക സഭ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സഭയാൽ സംയോജിപ്പിക്കപ്പെടുന്നതാണ്. രണ്ടാമത് തെർത്തുല്യൻ പറയുന്നത്, ഇത് കൂദാശകളാൽ മുദ്രകുത്തപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ ഒന്നാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്, യേശുവിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ശക്തിയുടെ ഹല്ലേലൂയ. അല്ലാതെ ഒരു പള്ളിനടയിൽ പോയിരുന്നിട്ട് ഒരു മാലയിട്ടോണ്ട് വന്നാലോ, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടൊരു മാലയിട്ടോണ്ട് വന്നാലോ, വേളാങ്കണ്ണി പോയിട്ടൊരു മാലയിട്ടോണ്ട് വന്നാൽ ഒരിക്കലും ആ വ്യക്തിയുടെ ജീവിതം ക്രിസ്തുവിനുള്ളതല്ല. അതൊരിക്കലും വിവാഹമെന്ന കൂദാശയുമല്ല. അത് വെറും ഒരു ട്രയലാണ്. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അതൊരു കോൺട്രാക്റ്റ് മാത്രമാണ്, അല്ലാതെ അതൊരു ഉടമ്പടി ബന്ധം ആകുന്നില്ല. ഇത് ദൈവത്താൽ മുദ്രകുത്തപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ യോജിപ്പിച്ചത്, അല്ല ദൈവം യോജിപ്പിച്ചത്. മനുഷ്യൻ വേർപെടുത്തരുതെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം. മൂന്നാമത് തെർത്തുല്യൻ പറയുന്നത്, ഇത് ദൈവപിതാവിനാൽ ഒപ്പുവെക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. ദൈവപിതാവിനാൽ ഒപ്പുവെക്കപ്പെട്ടതാണ്. ഒരു സ്ത്രീയും പുരുഷനും കൂടെ വിവാഹമെന്ന കൂദാശ നടത്തുമ്പോൾ ദൈവപിതാവ് അൽഫോൻസായും പീറ്ററും തമ്മിലുള്ള വിവാഹം നടന്നതായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ദൈവം ഒപ്പ്. അയ്യോ, ഇങ്ങനെയായിരുന്നെങ്കിൽ കേട്ടണ്ടായിരുന്നല്ലേ? ഹല്ലേലൂയ. ദൈവം ഒപ്പിട്ട് വെച്ചു. ഇനി നിങ്ങൾക്ക് ഒരിക്കലും മറുകണ്ഠം ചാടാൻ പറ്റില്ല, വേറൊരാളെ അന്വേഷിക്കാൻ പറ്റില്ല, കുറച്ചും കൂടെ നല്ലത് അതായിരുന്നു, എൻ്റെ സിലക്ഷനിൽ തെറ്റുപറ്റി എന്നൊന്നും പറഞ്ഞ് നടക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി തെർത്തുല്യൻ നാലാമത് പറയുന്ന ഒരു വാക്ക്, ഇത് അനുഗ്രഹത്താൽ സമ്പുഷ്ടമാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സഭയുടെ ആ പ്രാർത്ഥനയിൽ പ്രത്യേകം കാണാം, കുർബാനയിൽ സകല അനുഗ്രഹങ്ങളും മുടിചൂടി നിൽക്കുന്ന കത്തോലിക്ക സഭ. ആ സകല അനുഗ്രഹങ്ങളും മുടിചൂടി നിൽക്കുന്ന കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്ന് അതിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം സൽഫലങ്ങളെല്ലാം അല്പാൽപമായി വലിച്ചെടുത്ത് ഫലഭൂയിഷ്ഠരായി മാറേണ്ടതാണ് ഞാനും നിങ്ങളും വിശ്വാസികൾ. പ്രൈസ് ദി ലോർഡ്. ക്ലിയറായോ? അഞ്ചാമത്തത് അദ്ദേഹം പറഞ്ഞത്, ഇത് ഈ വിവാഹം എന്ന കൂദാശ ഇത് മാലാഖമാരാൽ സ്വർഗത്തിലും ഭൂമിയിലും വിളംബരം ചെയ്യുന്നതാണ്. സ്വർഗത്തിലും ഭൂമിയിലും മാലാഖമാർ ചെണ്ട കൊട്ടി ജപ്തി ചെയ്യാൻ വരുമ്പോൾ ചെണ്ട കൊട്ടിയല്ലേ വരുന്നേട്ടാ? ഇല്ലേ? ഇവിടെ ജപ്തി നോട്ടീസ് ഒന്നും വന്നിട്ടില്ലേ?
ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കേൾക്കാമല്ലോ. ഹാലേലുയ. ജപ്തി വന്നിട്ട് ഹാലേലുയ. അപ്പോൾ ജപ്തി വരുമ്പോൾ ചെണ്ട കൊട്ടിക്കൊണ്ടാണ് വരുന്നത്. ചെണ്ട കൊട്ടി അവിടെ മുദ്ര പതിപ്പിച്ച് അവർ പോവുകയാണ്. പിന്നെ അവൻ അവിടെ അവകാശമില്ല, ഇറങ്ങിപ്പോകണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ പോലെ കർത്താവ് മാലാഖമാര് ദൂതന്മാർ വന്നിട്ട് അറിയിച്ചിട്ട് പോവുകയാണ്. വലിയൊരു സംഭവം ഭൂമിയിൽ നടക്കുന്നുണ്ട്, അത് സ്വർഗത്തിലും ആഘോഷിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂദാശ എന്ന് പറയുന്ന സംഗതി ഒരിക്കലും ഒഴിവാക്കരുത്. അതിലൂടെ ലഭിക്കുന്ന പ്രസാദപരമാണ് നിങ്ങൾക്കും എനിക്കും ജീവിക്കാൻ പോലുമുള്ള സ്രോതസ്സായി മാറുന്നത്. ഇനി മൂന്നാമത്തത്, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായൊരു നിലനിൽപ്പ് ആവശ്യമുള്ളത് പ്രിയപ്പെട്ടവരെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴാണ്. പരിശുദ്ധ മറിയം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വചനവും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയം വികസിക്കും, നമ്മുടെ മനസ്സ് ശക്തമാകും, നമ്മുടെ ആത്മാവ് ഉണരാൻ തുടങ്ങും. ആ വചനത്തിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കും, സൗഖ്യം തന്നുകൊണ്ടിരിക്കും, അഭിഷേകം തന്നുകൊണ്ടിരിക്കും. ആ വചനം നമുക്ക് സാന്ത്വനവും അനുഗ്രഹവുമായി മാറും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തെറ്റുതിരുത്തുന്നതിനും നീതിയിലുള്ള പരിശീലനത്തിനും ദൈവവചനം ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പത്രോസിലാ പറയുന്നത് വചനമാകുന്ന ബീജം എന്ന, വചനമാകുന്ന ബീജം നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമെന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നിരന്തരം വായിക്കുമ്പോൾ ഗുണം എന്നാന്ന് വെച്ചാൽ പൈശാചിക ശക്തികൾക്ക് നമ്മുടെ മേൽ സ്വാധീനം ഉണ്ടാകില്ല. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നുകയില്ല. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നാട് വിട്ടോടാനോ വീട് വിട്ടോടാനോ നമ്മളെ പ്രേരിപ്പിക്കുകയില്ല വചനം. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, നിവർന്നിരിക്കാമെങ്കിലേ പറയുള്ളൂ. ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു രാത്രി 12:30-1 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ഞാൻ എൻ്റെ മൊബൈൽ ഒരിക്കലും ഓഫ് ചെയ്ത് വെക്കാറില്ല. ഏത് അർദ്ധരാത്രിക്ക് ആരെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ ഞാനപ്പോൾ എടുക്കും, പ്രാർത്ഥിക്കും. കുശലം പറയാനല്ല, പിന്നെയോ മധ്യസ്ഥ പ്രാർത്ഥന ആരെങ്കിലും ചോദിച്ചാൽ. കാരണം ഞാൻ 7 കൊല്ലം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, ഈ ദിവൈന് നടത്തിയതിൻ്റെ ഒരു ഓർമ്മ എനിക്ക് കിടക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും അത് ഓഫാക്കാറില്ല. സൈലൻറ്റിൽ ഇടാതെ അങ്ങനെ ഇട്ടിരുന്നു. രാത്രിയായപ്പോൾ ശക്തമായൊരു സ്വരം കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചേച്ചിയാണ് വിളിക്കുന്നത്. കല്യാണം കഴിച്ചതാ, 2 മക്കളുമുണ്ട്. ഈ സഹോദരി പറഞ്ഞു, ഇത് കുര്യൻ ബ്രദറാണോ എന്ന് ചോദിച്ചു. അതെ. എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രേരണ ഇങ്ങനെ ആളിക്കത്തുന്നത് പോലെ ഉള്ളിൽ വരികയാണ്. ഇപ്പൊ ചാകണം എന്നാണ് എൻ്റെ മനസ്സ് എന്നോട് ഇങ്ങനെ പറയുന്നത്. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു, നമ്മൾ മരിക്കാൻ വരട്ടെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി. ഈ പെൺകുട്ടി, ഈ ചേച്ചി ഏതോ ഒരു പാപം ചെയ്തതിൻ്റെ കുറ്റബോധമാണ് അവളിൽ കിടക്കുന്നത്. ആ പാപമൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു സാരമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതും അതിൽ വീഴിക്കുന്നതും മിക്കവാറും പിശാചിൻ്റെ സ്വാധീനമാണ്. ഞാനൊന്നും ചെയ്തില്ല. കൊളോസോസ് 2:14 തിരുവചനങ്ങളുടെ എടുത്തു. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, മൊബൈലിലൂടെ പ്രാർത്ഥിച്ചാൽ വലിയ ശക്തിയുണ്ട് കേട്ടോ, അതൊക്കെ ചെയ്യാവുന്ന നമുക്ക് ചെയ്യാവുന്ന നന്മയാണ് അത്. കൈവയ്ക്കാൻ പറഞ്ഞു, തലേ കൈവയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ കുരിശിൽ തറച്ച് നിർക്കാസനം ചെയ്ത് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി മാറ്റി കുരിശിൽ തറച്ച യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ നിന്നെ അലട്ടുന്ന ദുഷ്ടാരൂപിയുടെ സ്വാധീനം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ തലയിൽ നിന്ന് എന്തോ ഒരു സാധനം ഇറങ്ങിപ്പോകുന്ന എനിക്കൊരു ഫ്രീഡം കിട്ടുന്ന അനുഭവം എനിക്ക് തോന്നി ബ്രദറെ. ഞാൻ പറഞ്ഞു, എങ്കിൽ നീ സമാധാനമായിട്ട് കിടന്നു, ഇനി ഒന്നിനെക്കുറിച്ച് ചിന്തിക്കണ്ട, കിടന്നോളാൻ പറഞ്ഞു. എന്നാലും എനിക്കൊരു പേടി. നേരം വെളുത്തപ്പോൾ മരിച്ചോന്നറിയാൻ വേണ്ടി ഞാൻ ഒന്നോടെ വിളിച്ചു, ഹല്ലേലൂയ. അപ്പോൾ മരിച്ചിട്ടില്ല, ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി ആ വചനം അതിനിട്ട് കൊണ്ടെന്ന്. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ, വചനം വായിച്ച് വളരുമ്പോൾ, വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കാഴ്ചവെക്കുമ്പോൾ അനുഗ്രഹം കിട്ടും. ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹ 5-ാം അധ്യായം
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം തിരുവചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം സെവിച്ചാൽ അവന് നിത്യജീവനുണ്ട്. എന്തിനീ കൺവെൻഷൻ ആ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ഇവിടെ വെച്ചെന്നറിയാവോ? ഞാനോ നിങ്ങളോ വചനം ഒന്ന് കേട്ടാ മതി, നിത്യജീവൻ പറന്ന് നിങ്ങളുടെ മേൽ വരും. യോഹന്നാൻ 8:51 എഴുതി വെച്ചിരിക്കുന്ന ഒന്നും കൂടെ ശക്തമായിട്ടാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ മരിച്ചാലും ജീവിക്കും. എന്താ ഇത്? ഹല്ലേലൂയാ. ഇവിടെ ഒന്ന് വചനം കേൾക്കുന്നത് നഷ്ടാവോ പ്രിയപ്പെട്ടവരെ? പകുതി ഇടവക്കാർക്ക് ഇവിടെ വരാൻ പറ്റുമോ ഈ വചനം കേൾക്കാൻ? പ്രൈസ് ദി ലോർഡ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിത്യജീവന്റെ മുദ്ര കുത്തുന്ന വചനം, നിത്യജീവൻ നമ്മുടെ കുടുംബത്തിലേക്ക് പാഞ്ഞെത്തുന്ന വചനം, അത് നിരന്തരം മുറുകെ പിടിക്കണം, ശക്തിയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ. ഒരു സംഭവം കൂടെ പറയുമ്പോൾ, ഈ വചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. ഒരിക്കലും സഹോദരി പറഞ്ഞത്, എൻ്റെ വീട്ടിൽ അപ്പൻ മുഴുകുടിയനാണ്, ആങ്ങളെ അതിനേക്കാളും കുടിയനാണ്. അപ്പം മനസ്സിലായല്ലോ, അപ്പൻ തേങ്ങാകള്ളനാണെങ്കിൽ മകൻ ഭാഗ്യമുള്ളക്കാരനായിരിക്കും. അപ്പൻ കുടിയനാണ്, മകൻ അതിനേക്കാളും കുടിയനാണ്. കുടിച്ച് വീട്ടിൽ ഒരു 5 പൈസ ശേഷിക്കുകയില്ല. ഈ മകൾക്ക് 34 വയസ്സായി, അതിനെ കല്യാണം കഴിക്കാൻ ഒരു ശ്രദ്ധയും ഇല്ല, അപ്പനും ഇല്ല, ആങ്ങളയ്ക്കും ഇല്ല. അപ്പോൾ ഇവളിങ്ങനെ ചിന്തിച്ചു, ആർക്കും എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നു, അങ്ങ് മരിച്ചേക്കാം. ഈ പെൺകുട്ടി അങ്ങനെ തീരുമാനമൊക്കെ എടുത്ത് അപ്പൻ കള്ളു കുടിച്ച് വന്നപ്പോൾ പോക്കറ്റിൽ നിന്ന് കാശെടുത്തു. എടുക്കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പം പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശ് അടിച്ചു മാറ്റിയിട്ട് ഈ പെൺകുട്ടി തീരുമാനമെടുത്തു, ഏതെങ്കിലും അന്യ നാട്ടിൽ പോയി അല്ലെങ്കിൽ അന്യ ജില്ലയിൽ പോയി അങ്ങ് മരിച്ചേക്കാം. ഞാൻ ഇവർക്കൊക്കെ ഒരു ഭാരമായി മാറിയല്ലോ, ഞാനൊരു ഭാരമായി മാറി, എനിക്കൊരു നല്ല ജീവിതം കിട്ടുകയല്ലോ എന്നൊക്കെ അവളുടെ മനസ്സിങ്ങനെ അവളോട് പറഞ്ഞു. അവൾക്ക് മരിക്കണമെന്നൊരു ചിന്ത വന്നു. അങ്ങനെ അവളൊരു ബസ്സേ കയറിയപ്പോൾ നമ്മുടെ ഈ വചനോത്സവം പോലെ ഒരു മാസിക ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? അതിൽ ഒരു മാസിക തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചേച്ചി ഇങ്ങനെ തുറന്നു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുക. അതൊരു ധ്യാനം കൂട്ടിയിട്ട് വരുന്ന വഴിക്കാണ് ഈ മാസിക. എല്ലാ ധ്യാനേന്ദ്രത്തിൽ നിന്നും ഉണ്ട് കേട്ടോ, ഇവിടെ നിന്നും ഉണ്ട്, കാരിസ്മോനിൽ നിന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മാസിക ഇങ്ങനെ തുറന്നു വെച്ച് വായിക്കും. സാധാരണ അടുത്ത സീറ്റിലിരുന്ന് ആരെങ്കിലും വായിക്കുമ്പോൾ നമുക്കൊരു രോഗമുണ്ടല്ലോ. ഇങ്ങനെ ഒന്ന് എത്തി നോക്കിയപ്പോൾ ഈ പെൺകുട്ടിയുടെ കണ്ണിൽപ്പെട്ട വചനം ഏതാണെന്നറിയാവോ? ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ഇല്ല. ആ വചനം അവളെ ചങ്കിലേക്ക് തുളഞ്ഞു കയറി. അവൾക്ക് പെട്ടെന്നൊരു മാറ്റം. അവൾ ചോദിച്ചു, ഇത് എവിടത്തെ മാസിക എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ മാസിക പറഞ്ഞു, ഇന്ന ധ്യാനേന്ദ്രത്തിനാ. മോളെ, എന്താ നിനക്ക് പ്രശ്നം? അപ്പോൾ അവൾ പ്രശ്നങ്ങളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞ് പറഞ്ഞു, മോളെ നീ മരിക്കണ്ട, നീ അവിടെ പോയൊരു ധ്യാനം കൂടാൻ പറഞ്ഞു. ധ്യാനമെല്ലാം കൂടി കഴിഞ്ഞ് ഈ പെൺകുട്ടി, പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, അന്ന് ആ വചനം എൻ്റെ കണ്ണിൽ പെട്ടില്ലായിരുന്നെങ്കിൽ, ആ വചനം വായിക്കാൻ എനിക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് മണ്ണിനടിയിലായി മാറുമായിരുന്നു. ഒരു വചനം വായിച്ചപ്പോൾ കിട്ടിയ അഭിഷേകം. കരങ്ങൾ സ്തുതിക്കാമോ? ഹല്ലേലൂയാ. ശക്തിയോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരന്തരം വചനം വായിക്ക്, വചനം എഴുതി പഠിക്ക്, വചനം പറഞ്ഞു പഠിക്ക്. 3 രീതിയിലാണ് വചനം എഴുതാൻ പറ്റുന്നത്. ഇന്ന് ചിലര് വചനം എഴുതുന്നുണ്ട്, ചിലര് വചനം പറയുന്നുണ്ട്, ചിലര് ഇങ്ങനെ ആവർത്തിച്ച് വചനം ഉപയോഗിച്ച് അത് പ്രയോജനപ്പെടുത്തേണ്ടടുത്ത് പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയാ. അങ്ങനെയൊക്കെ നമുക്കിനി സ്ഥിരത എന്ന് പറയുന്നത് കിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു അഭ്യാസവും സഭയിലുമില്ല, ധ്യാനകേന്ദ്രങ്ങളിലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത്, പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേല ചെയ്ത് നമ്മുടെ ആ ഒരു വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. സുവിശേഷ വേല ചെയ്യുക. എങ്ങനെയെങ്കിലും കുറച്ച് ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടണം. അതല്ലേ കൊറിന്തോസുകാരോട് പൗലോസ്ലീഹ പറഞ്ഞത്? 1 കൊറിന്തോസ് 9:22. എങ്ങനെയെങ്കിലും കുറെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി മാറി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്ത് കർത്താവിൻ്റെ മക്കളെ തിരിച്ചു കൊണ്ടുവരണം. ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
അതാ ഗലാത്യരുടെ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം പറയുന്നത്, എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന ഒരു പുരുഷൻ അനുഭവിക്കേണ്ട സാഹചര്യം എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എന്തുമാത്രം വേദനിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യണം. ഒന്നുകിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം, ഏതെങ്കിലും ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്നോ ഒക്കെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് ആത്മാക്കളെ നേടിയെടുക്കണം. 2 കൊറിന്തോസ് 11:29 പൗലോസിലെ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റു ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? എന്തൊരു വിശാല ഹൃദയ. ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം. ഹല്ലേലൂയ. പൗലോസിലെയാണ് ഹൃദയം ഒരു 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 അതോറിറ്റി പോലെയാണ്, ഭയങ്കര അതോറിറ്റി പോലെ. എന്ത്? ആരെങ്കിലും തെറ്റു ചെയ്യുമ്പോൾ ഞാൻ കത്തിത്തീരുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ബലഹീനത കൊണ്ട് തിന്മയിലേക്ക് ചരിയുമ്പോൾ ഞാനാണ് ബലഹീനനായി പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിനെ രക്ഷിക്കാൻ നമുക്ക് അനുഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നീ പറഞ്ഞിരുന്നേ, ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. പഞ്ചറായ ടയറിന് സ്വയം നന്നാകാനുള്ള ശേഷിയുണ്ടോ മോനെ? ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടും ആ മൊബൈൽ എടുത്ത് തോണ്ടി നോക്കുക ഗൂഗിളിൽ. പ്രൈസ് ദി ലോർഡ്. പഞ്ചറായ ടയറിന് സ്വയം നന്നാകാനുള്ള ശേഷിയുണ്ടോ? ആ പഞ്ചറായ ടയറിനെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ അവരഴിച്ചും ഒക്കെ ചെയ്തുകൊണ്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വ്യക്തിക്ക് സ്വന്തം ചെവിയെ പിടിച്ച് പൊക്കാൻ പറ്റുമോ? നിങ്ങൾ വന്നേ, ഞാൻ ചോദിക്കട്ടെ. നിന്റെ ചെവിയെ പിടിച്ച് എനിക്ക് പൊക്കാൻ എളുപ്പമുണ്ട്. ഹല്ലേലൂയ. കാരണം നീ ആ പിടിക്കുന്ന അനുസരിച്ച് പൊങ്ങി പോകും. ഹല്ലേലൂയ. പക്ഷേ ഏതെങ്കിലും വ്യക്തിക്ക് സ്വയം ചെവിയെ പിടിച്ച് പൊക്കാൻ പറ്റുമോ? അപ്പൊ പാപത്തിൽ വീണ് കിടക്കുന്ന, തകർച്ചയിൽ നിപതിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് യൂദാസിന്റെ ലേഖനം 23-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നത്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. അഗ്നിയിൽ അകപ്പെട്ടവനെ പിടിച്ചു കയറ്റുമ്പോൾ ചിലപ്പോ പൊള്ളലേറ്റെന്ന് വരാം. ഹല്ലേലൂയ. ഒരു തീയിൽ കിടക്കുന്നവനെ രക്ഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു തീയൊക്കെ ശരീരത്തിൽ പെട്ടെന്ന് വരാം. പക്ഷേ അഗ്നിയിൽ അകപ്പെട്ടവനെ നീ പിടിച്ച് കയറ്റണം. ആ ഡ്യൂട്ടിയാ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കുള്ളത്. എവിടെയെങ്കിലും ഒരുത്തൻ തകരുന്നത് കാണുമ്പോൾ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി അല്പം പൈസ മുടക്കിയാലും വേണ്ടില്ല, ത്യാഗമെടുത്താലും വേണ്ടില്ല, അവനെ രക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ ഡിഗ്രി പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. ധ്യാനം കൂടാനും മറ്റേ അപ്പനോട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം വേണേൽ തല്ലിക്കൊല്ലും. കള്ളു കുടിക്കാനാന്ന് പറഞ്ഞാൽ വേണേൽ എടുത്തും തരും. ധ്യാനം കൂടാൻ ചോദിച്ചാൽ അപ്പം തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, ഞാൻ ധ്യാനത്തിന് പോകുന്നുണ്ട്, നീയും വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ എൻ്റെ പൈസ എടുത്ത്, എൻ്റെ വണ്ടിക്കൂലി എടുത്ത് എന്നെ ചുവന്നു കൊണ്ടുപോകുന്ന പോലെ ധ്യാനത്തിൽ കൊണ്ടുപോയിട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, ഞാൻ ചുരുക്കി പറയാം, സമയം തീർന്നു. ഇന്ന് അവൻ ടാപ്പിംഗ് ജോലിയും ചെയ്യുന്നു, ഞാൻ സുവിശേഷ വേലയും ചെയ്യുന്നു. ഹല്ലേലൂയ. ശക്തിയുടെ ഹല്ലേലൂയ. പക്ഷെ ഒരു ഗുണം അവൻ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അവൻ്റെ വീടിന് വേണ്ടിയും അവൻ്റെ മക്കൾക്ക് വേണ്ടിയും എല്ലാ ദിവസവും ഞാൻ ഒരു 10 മണി രഹസ്യം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും. അവൻ എന്നോട് പറയാ, ഞാനിന്ന് ടാപ്പിംഗ് ജോലിക്കാരനുമായി, നീ വലിയ സ്റ്റേജിൽ കയറുന്നു പ്രസംഗിക്കുന്നവനുമായിട്ട് മാറിയില്ലേ, എനിക്ക് സങ്കടമുണ്ട്, അസൂയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അസൂയപ്പെടണ്ട, നിനക്ക് വേണ്ടി എല്ലാ ദിവസവും 10 മണി രഹസ്യം ഞാൻ ചൊല്ലുന്നുണ്ട്. എനിക്ക് കിട്ടിയേക്കാളും രക്ഷ നിന്റെ കുടുംബത്തിന് ഈ പ്രാർത്ഥന വഴി ദൈവം തരും.